തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ പോലീസ് ഇടപെടൽ മറച്ചുവെച്ച് തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരി പോലീസ് റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളായ സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയ് മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. പൂരം കലക്കിയത് തൽപര കക്ഷികളുടെ താൽപര്യപ്രകാരമെന്നും റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക, തൃശൂരിൽ നിന്ന് ആനന്ദ് എന്നിവർ ചേരും. ആദ്യം രശ്മിയിലേക്ക് പോവുകയാണ്. രശ്മി, നമുക്കറിയാം ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായ വലിയ കെടുകാര്യസ്ഥത അത് പ്രകടം തന്നെയായിരുന്നു. കാരണം സാധാരണ ജനങ്ങൾ പോലും ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കി എടുക്കാൻ തക്ക രീതിയിലുള്ള ആചാര ലംഘനങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായി. എന്നാൽ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആ പരാമർശങ്ങളൊന്നുമില്ലാതെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മേൽ പഴിചാരിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്നാൽ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ വാക്കുകൾ കൂടി നമ്മൾ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ വിഷയം CBI ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ കൊച്ചിൻ ദേവസ്വത്തിന് ഈ പൂരം ഏറ്റെടുക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി നൽകുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ഗൂഢനീക്കം ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ CBI അന്വേഷണം നടത്തണം എന്നുള്ള ഒരു ആവശ്യം പല തലങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അത്തരത്തിലൊരു അന്വേഷണം നടക്കട്ടെ എന്ന് അദ്ദേഹം അടക്കം പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ് എന്നുള്ളതാണ് MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നേരത്തെ ഈ റിപ്പോർട്ട് DGP തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം വീഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ആചാര ലംഘനം ഉണ്ടായി. അതോടൊപ്പം തന്നെ യാതൊരു പരിചയ സമ്പന്നതയും ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. മാത്രമല്ല ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. അവരാരും ഇക്കാര്യത്തിൽ യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തില്ല. അവിടെ എത്തുന്ന ആളുകളോടടക്കം പോലീസ് വളരെ മോശമായി പെരുമാറുന്നു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ആകെ സ്ഥലത്തുണ്ടായിരുന്നത് കമ്മീഷണർ മാത്രമാണ്. ഇതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയുമാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ആദ്യത്തെ 50 പേജിലാണ് MR അജിത് കുമാറിന്റെ ഈ കണ്ടെത്തലുകൾ ഉള്ളത്. അതിനുശേഷമുള്ള 600ഓളം പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്തരത്തിൽ DGPക്ക് കൈമാറിയത്. ഇതിൽ പിന്നീടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഓരോരുത്തരുടെ പേരുകളും അവരുടെ മൊഴികളുമാണ് പറയുന്നത്. ആദ്യത്തെ 50 പേജിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത്. ഇതിൽ പേരുകളടക്കം എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അതായത് സുന്ദർ മേനോൻ, ഗിരീഷ്, വിജയ മേനോൻ, ഉണ്ണികൃഷ്ണൻ, രവി എന്നിവരാണ് പ്രവർത്തിച്ചത്. അതായത് പൂരം നടക്കുന്നതിന്റെ ഒരു മാസം മുൻപ് ഇത്തരത്തിൽ ഒരു യോഗം തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർത്തിരുന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ പൂരം കലക്കാനുള്ള ഗൂഢാലോചന നടക്കുകയുണ്ടായി. ആ ഗൂഢാലോചന മുൻ നിശ്ചയിച്ച പ്രകാരം ഇവർ പൂരം നിർത്തിവെക്കാൻ പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ കൈക്കൊണ്ടത് ഈ യോഗത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് ഈ ഇന്റലിജൻസ് സംവിധാനമുണ്ട്, വളരെ ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ നേരത്തെ ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു യോഗമാണ്. അപ്പോൾ അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഒരുക്കുകയും അതിൽ യാതൊരു പൂരം തടസ്സപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കേണ്ടത് പോലീസാണ്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു ഇടപെടലും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. ജില്ലാ ഭരണകൂടത്തിനും സംരക്ഷിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ജില്ലാ ഭരണകൂടത്തിന് ഒരു കാരണവശാലും നിയമപരമായി നടപ്പിലാക്കുവാൻ സാധ്യമല്ല. പൂർണ്ണമായും മനസ്സിലാക്കി ഏതോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടി ദേവസ്വം പ്രവർത്തിച്ചു. ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ സംവിധാനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ തിരുവമ്പാടി ദേവസ്വം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പൂരം തടസ്സപ്പെടുത്താൻ ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചത്. തൊടുന്യായങ്ങൾ ഉന്നയിച്ച് മനഃപൂർവ്വം പൂരം അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നുള്ളതും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വസ്തുതകളുടെയും സാക്ഷിമൊഴികളുടെയും രേഖകളുടെയും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റ് അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസിന് വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് പൂരം തടയുകയോ ആചാര ലംഘനം നടത്തുകയോ പൂരത്തിനൊപ്പമുള്ള കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ തടയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപകടങ്ങളൊന്നുമില്ലാതെ ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട്
സുഗമമായി നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഈ വിഷയം കൊണ്ടുവരികയാണ് ചെയ്തത് എന്നുള്ളതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തിരുവമ്പാടി ദേവസ്വത്തെ പൂർണ്ണമായും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും കുറ്റം തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽ മാത്രം ആരോപിച്ചുകൊണ്ടും പോലീസിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ് ഈ റിപ്പോർട്ട്. പക്ഷെ തികച്ചും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, അനാസ്ഥകൾ, അവരുടെ ഭാഗത്തു നിന്നുള്ള ആചാരലംഘനം, യാതൊരു പരിചയ സമ്പന്നതയും ഇല്ലാത്ത പോലീസുകാരെ വിന്യസിക്കുന്ന വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് DGP തള്ളിയ റിപ്പോർട്ടാണ്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴും ലഭിക്കാത്ത റിപ്പോർട്ടാണ്. ഏതായാലും ആ റിപ്പോർട്ടിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരി, തൃശ്ശൂരിലേക്ക് കൂടി എത്തുമ്പോൾ ആനന്ദ് പുത്തൂർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ആനന്ദ്, നമുക്കറിയാം ഈ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയുടെ അടക്കം പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പോലും പറയുന്നത് ഈ CBI അന്വേഷണം ഈ വിഷയത്തിൽ കൊണ്ടുവരണം. കാരണം ഈ സർക്കാർ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ പോലീസ് അനാവശ്യമായി തിരുവമ്പാടി ദേവസ്വത്തെ പഴിചാരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, ഈ പുറ്റിങ്ങൽ ദുരന്തം അടക്കം സംഭവിച്ച സമയം, അതിനുശേഷം വെടിക്കെട്ടിൽ പോലും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ തൃശ്ശൂർ പൂരം നടത്തി വന്നത്. അപ്പോഴൊന്നും യാതൊരു പരാതിയുമോ ആക്ഷേപമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ അവിടെ ഉണ്ടായപ്പോൾ മാത്രമാണ് തൃശ്ശൂർ പൂരം അലങ്കോലമായത് എന്ന് തന്നെയാണ്, അല്ലേ? അതായത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം തിരുവമ്പാടിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം ഈ തിരുവമ്പാടി ദേവസ്വം എടുത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ രാഷ്ട്രീയത്തിന് കലർത്താനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് വളരെ അധികമായിരിക്കുന്നു. പണ്ടുകാലങ്ങളില്ലാത്തതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ചുവ പൊതുവെ ഇത്തരത്തിലുള്ള പൂരങ്ങളും ആഘോഷങ്ങളും കൊണ്ടുവന്നുകൊണ്ട് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് തന്നെയാണ് ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ 2023 പോലെ തന്നെ 2024 പൂരം നടത്തുന്നതിന് വേണ്ടി മീറ്റിംഗുകൾ കൂടിയിരുന്നു. അത് കാലങ്ങൾക്ക് മുമ്പേയുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു ഏർപ്പാട് പോലുമാണ്. ഇനി അത്തരത്തിൽ പൂരം അട്ടിമറിക്കാനുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ പൂരം അട്ടിമറിക്കാനുള്ള മീറ്റിംഗുകളാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പോലീസും അതനുസരിച്ചുള്ള ഇന്റലിജൻസ് വിഭാഗവും പ്രത്യേകിച്ച് 3000 പോലീസുകാരുടെ അടക്കമുള്ള ഒരു സംസ്ഥാനത്ത് ക്ഷമിക്കണം ഉണ്ടായിരുന്ന ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അറിയാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇത് പോലീസിന്റെ ഒരു വേഴ്സനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ CBI അന്വേഷണം അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെയും ഇതുപോലെ തന്നെ തിരുവമ്പാടിയും പാറമേക്കാവ് വിഷയത്തിൽ CBIയുടെ ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിക്കൊണ്ട് ചില ടാർഗറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നം അത്തരത്തിൽ തിരുവമ്പാടിയുടെ മേൽക്ക് മാത്രം ഇട്ടുകൊണ്ട് തലയൂരാനുള്ള ശ്രമമാണ് പൊതുവെ നടക്കുന്നത്. ഇത് അനുവദിക്കാനാവുന്നതല്ല എന്ന് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. നമുക്കറിയാം 2 തവണ ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട് തിരുവമ്പാടിയുടെ. ഇനിയും മൊഴിയെടുക്കാനുണ്ട്. അപ്പോൾ ഈ പൂർണ്ണമായ മൊഴിയെടുക്കലിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടിലേക്ക് എങ്ങനെയാണ് എത്താൻ വേണ്ടി സാധിക്കുന്നത്? റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്ന് തന്നെയാണ് തിരുവമ്പാടി ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഈ മൊഴിയെടുക്കലിൽ മുഴുവൻ ഉടനീളം ഈ പോലീസിനെതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് തിരുവമ്പാടി ദേവസ്വവും അതുപോലെ തന്നെ ഈ ആരോഗ്യ പ്രവർത്തനവും എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിനെ വീഴ്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തിരിച്ചുവിടാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് തിരുവമ്പാടിയുടെ വേർഷൻ. ഇപ്പോൾ നടന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് പോലീസിന്റെ വേർഷനാണെന്നാണ് തിരുവമ്പാടിയുടെ വാദം.